ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പേളി മാണി അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്ന ഒരു മുട്ടക്കറിയുടെ വീഡിയോ ആണ്. പാലപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന മുട്ടക്കറിയാണ്. ഇനി വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ എടുക്കണം എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളും വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഏലം, പട്ട, ഗ്രാമ്പു, അതുപോലെ പെരുംജീരകം എല്ലാം കുറേശ്ശെ മതി. ചെറിയൊരു ഫ്ലേവറിനുള്ളത് മാത്രം. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത്, ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ, 2-3 പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല, അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വരട്ടെ. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒക്കെ ഒരു ഏകദേശം അളവിനെടുക്കുക, നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ച്. നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പേളിമാണിയുടെ വീഡിയോയിൽ തന്നെ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ എടുത്തു. കാടമുട്ട മാത്രമായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കഴിക്കാനുള്ള ഇഷ്ടത്തിന് ചെയ്യാം. മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങയുടെ 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അധികം തിള വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല തിക്കായിട്ടുള്ള മുട്ടക്കറിയാണ്. നമ്മൾ പാലപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഇടിയപ്പത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കാടമുട്ടയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം തേങ്ങാപ്പാലുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.